സ്റ്റഡി ലീവിന്റെ അന്നത്തെ ഒരു വ്ലോഗ് ആയാലോ? പക്ഷേ ഇന്ന് എന്നത്തെയും പോലെ അല്ല കേട്ടോ, കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് റുട്ടീൻസിൽ. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് അധികം ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. സാധാരണ നിങ്ങളിന്റെ വ്ലോഗിൽ കാണാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്തത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ച റൈസിൻസ് ഇട്ട വെള്ളം കുടിച്ചിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും ഒരു ബോയിൽഡ് നേന്ത്രപ്പഴവും കഴിച്ചു. കുറച്ച് പ്രോട്ടീനും ഹെൽത്ത് ഒക്കെ ആയിക്കോട്ടെ. അതിനുശേഷമാണ് നമ്മുടെ ഡേന്റെ ഹൈലൈറ്റ് വരുന്നത്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഡേ ആയിട്ട് നല്ല ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇന്നങ്ങോട്ട് ഇരുത്തി പഠിപ്പിക്കാതെ കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വിടലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ബുക്ക് എടുത്താലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിലും പഠിക്കാനിരുന്നാൽ അതൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് വരുന്ന ഒരു സ്വഭാവം എനിക്ക് മുന്നേ ഉണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് പഠിച്ച് 50 മിനിറ്റിന്റെ കോൺഫിഡൻസിൽ ഞാൻ ഐസമിനേറ്റും ഒന്ന് പുറത്തു പോവാണ്. നമ്മളെ വണ്ടിക്ക് ഇപ്പോൾ തീരെ സെൽഫ് കിട്ടാത്തതുകൊണ്ട് കഷ്ടപ്പെട്ട് കിക്കർ അടിച്ചിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ. അതുകൊണ്ട് തന്നെ പുറത്ത് പോകാൻ കുറച്ചധികം മടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പോയത് ക്യാരറ്റ് വാങ്ങിക്കാനായിരുന്നു. കുറച്ചധികം ഉണ്ട്. എനിക്ക് കോളേജൊക്കെ കൊണ്ടുപോകാനും പിന്നെ കുറച്ച് ഇവിടെ കഴിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ അടുക്കാണെങ്കിൽ നമുക്ക് 3 കരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് മാറ്റം ഉണ്ടാവും. കാര്യം വേറെ ഒന്നുമല്ല, ഒക്ടോബർ ആണല്ലോ, അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ പനി വന്നിട്ടുണ്ടാവും. അതുപോലെ എനിക്കും ചെറുതായിട്ടൊന്ന് പനി പിടിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാനും ഐസമും മെയിനായിട്ട് കടയിൽ പോയത് ലേസും ഐസ്ക്രീമും വാങ്ങിക്കാനായിരുന്നു. എന്നത്തേനേക്കാളും കുറച്ചൊന്ന് വെറൈറ്റി ആക്കാം ഈവനിംഗ് എന്നും കരുതിയിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പോയതായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം, പിന്നെ കുറച്ച് ലേസും. ആ ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീമും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പൊതുവെ ഒരു ക്യാരറ്റ് പേഴ്സൺ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചധികം ഇത് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോളേജിലേക്ക് എനിക്കത് ഉണ്ടാക്കി തരാൻ വേണ്ടി താത്താനോട് പറഞ്ഞത്. അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഓളെ ചാനലിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ കുളിച്ച് മാറ്റി നേരെ കോളേജിലേക്ക് പോവാട്ടോ. നാളെ എക്സാം ആയതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം പോണത്. അപ്പോൾ എന്നാലും ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ.